ഹലോ ആൻഡ് ഹായ്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കഞ്ഞിയും ചമ്മന്തിയാണ്. കാര്യം ഇപ്പം മഴക്കാലമല്ലേ, അപ്പം ഞാൻ ഇന്നലെ ഇവിടെ ഈ കഞ്ഞിയും ചമ്മന്തിയും ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുകയാണ്. കഞ്ഞി എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ കൂട്ടാണ് ഇതിന്. ഈ കഞ്ഞിക്ക് നമുക്കിപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്നത് ഞാൻ കുക്കറിൽ നിന്ന് മാറ്റിയതാണ്. ഒരു കപ്പ് മട്ട റൈസ്, പിന്നെ അരക്കപ്പ് പച്ചപ്പയർ, പിന്നെ 2-3 വറ്റൽമുളക്, ഉപ്പ്, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹാൻഡ്ഫുൾ ഓഫ് ചെറിയ ഉള്ളിയും കൂടെ ഇടാം. അതെല്ലാം കൂടെ കുക്കറിലിട്ട് ഒരു 4 വിസിൽ വന്നതിന് ശേഷം ഞാനിപ്പോൾ ഇത് സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാം നന്നായിട്ട് കഴുകിയിട്ട് വേണം കുക്കറിലിടാൻ. ഇനി ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ വറ്റൽമുളക് ചുട്ടിട്ടുണ്ട്. ഇനി ചമ്മന്തിക്ക് വേണ്ടത് പിന്നെ മുളക്, ഉള്ളി, വെളുത്തുള്ളി, ഉപ്പ്, പുളി. അപ്പോൾ ഇതെല്ലാം കൂടി ഓരോന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം ചെറിയ ജാറിൽ. അപ്പോൾ ആദ്യം മുളക് അരച്ചതിന് ശേഷം ഉള്ളിയും, ഈ ഉള്ളിക്ക് നിങ്ങൾ പകരം ചെറിയ ഉള്ളിയാണ്, അതും വളരെ ടേസ്റ്റിയാണ്. അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തത്. പിന്നെ വെളുത്തുള്ളിയും ഉപ്പും കൂടെ ഇട്ട് അരച്ചെടുത്തതിന് ശേഷം പുളിയിടാം. അപ്പോൾ ശരിക്കും ഞാൻ ഈ ഒരു കഞ്ഞിക്കൊക്കെ നമ്മൾ തേങ്ങാ ചമ്മന്തിയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഇഷ്ടമാണ്. പുള്ളിക്കാരനാണ് ഇത് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരന് ഇത് താല്പര്യമാണ്. അപ്പം ഇതൊരു വെറൈറ്റിയാണ് എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാനത് നിങ്ങളോടും കൂടി പറയുകയാണ്. ഇതൊരു വെറൈറ്റി ചമ്മന്തിയാണ്. അപ്പം ചെയ്ത് നോക്കണം. താല്പര്യമുള്ളവർ ഇതുപോലെ കഞ്ഞിയും ഈ കൂട്ടിൽ ചെയ്ത് നോക്കിയാൽ ഹെൽത്തിയാണ്. മഴക്കാലത്തൊക്കെ വളരെ നല്ലതാണ്, വയറ്റിനും നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീഡിയോസൊക്കെ കാണണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.